50 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ രാജ്യം കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ രാജ്യത്ത് നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥ ക്രൂരതകളുടെ കാലമായിരുന്നു എന്ന് ലേഖനം എഴുതിയിരിക്കുന്നു ശശി തരൂർ. ഇതിലൂടെ BJP ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ശശി തരൂർ ചെയ്തത്. തരൂർ ഇപ്പോഴും കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഉന്നതമായ പാർട്ടി ഘടകമാണ് ഈ പ്രവർത്തക സമിതി. ആ പ്രവർത്തക സമിതിയിൽ ഇരുന്നു കൊണ്ട് കോൺഗ്രസിൻ്റെ പഴയ നടപടികളെ വിമർശിക്കുന്നതിലൂടെ താൻ പാർട്ടിയുടെ തീരുമാനങ്ങൾക്ക് നയത്തിന് എല്ലാം എതിരാണ് എന്ന് വീണ്ടും സ്ഥാപിക്കുകയാണ് ശശി തരൂർ ചെയ്യുന്നത്. BJPയോട് കൂടുതൽ അടുത്തിട്ടുണ്ട് ശശി തരൂർ. അടുത്ത ദിവസങ്ങളിൽ തന്നെ തരൂർ എന്തെങ്കിലും തീരുമാനം പ്രഖ്യാപിച്ചേക്കും എന്ന് കോൺഗ്രസ് ക്യാമ്പിലുള്ള ചിലരെങ്കിലും വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസത്തിന് കരുത്തു പകരുന്നതാണ് തരൂരിൻ്റെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഈ ലേഖനം. കേരളത്തിലെ നേതാക്കൾ അതിശക്തിയായി തരൂരിനെ വിമർശിച്ച് തുടങ്ങുന്നുമുണ്ട്. അദ്ദേഹം ഞങ്ങളെക്കാളൊക്കെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഉയർന്ന സ്ഥാനത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ആ വർക്കിംഗ് കമ്മിറ്റി അംഗത്തിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശം വെക്കുകയോ ചെയ്യേണ്ടത് വർക്കിംഗ് കമ്മിറ്റിയിൽ എടുത്ത തീരുമാനം ആണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞങ്ങൾക്കിവിടെ അത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റില്ല. തരൂരിൻ്റെ ഇത്തരം പ്രസ്താവനകളെ അത്ര ഗൗരവത്തിലെടുക്കേണ്ട, അതാത് സമയത്ത് മറുപടി കൊടുക്കേണ്ട എന്നാണ് ദേശീയ നേതാക്കൾക്ക് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം നൽകിയിട്ടുള്ള മുന്നറിയിപ്പും നിർദ്ദേശവും. എന്നാൽ മാണിക്കൻ ടാഗോറിനെ പോലെ ചില നേതാക്കൾ തരൂരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരുന്നുണ്ട്. മാണിക്കൻ ടാഗോർ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ പ്രധാനപ്പെട്ടയാളാണ്. അദ്ദേഹം തന്നെ പറയുന്ന മറുപടികൾ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തന്നെ വാക്കുകളാണ്. എന്തായാലും ശശി തരൂർ അധികകാലം കോൺഗ്രസിൽ ഉണ്ടാവില്ലേ എന്ന ചോദ്യം ശക്തിപ്പെടുത്തുന്നുണ്ട് ഏറ്റവും ഒടുവിലത്തെ അദ്ദേഹത്തിൻ്റെ നടപടി. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.